രണ്ടാമത് വീണ്ടും എന്റെ മോനെ, ഇതിപ്പോ ഒരു ഇതും ഇല്ലാതെ പ്ലെയർ ഏതെന്ന് മുള്ളറിനെ അടിച്ച് ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷമ്മു ഗെയിമിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആണ്. ഇന്നലെ അപ്ഡേറ്റ് കഴിഞ്ഞ് പുതിയ പാക്ക് കൊണാമി നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെലെ പിന്നെ മുള്ളറും സോള എന്ന് പറയുന്ന പുതിയ 2 കാർഡ് നമ്മൾ ഗെയിമിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാക്കാണ് നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പാക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് കോയിൻസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫവാസ് ബ്രോ ആണ്. ഫവാസ് ബ്രോ നമ്മുടെ സബ്സ്ക്രൈബർ ആണ്, അതുപോലെ തന്നെ നമ്മുടെ മോഡറേറ്ററും ആണ്. ഫവാസ് ബ്രോ, ബിഗ് താങ്ക് യു, ലവ് യു ബ്രോ. ഇതിനകത്തുള്ള പ്ലേയേഴ്സ് ആരൊക്കെയെന്ന് വെച്ചാൽ പെലെയുടെ സാന്റോസ് എഫ് സിയുടെ കാർഡാണ്. അത്യാവശ്യം കുഴപ്പമില്ല, സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ കാർഡിനേക്കാളും കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ പെസിൽ വന്ന പുതിയ പ്ലെയർ ആണ്, പുതിയ കാർഡാണ് ജെർഡ് മുള്ളർ. അതുപോലെ തന്നെ ജെയിൻ ഫ്രാങ്കോ സോള ബ്ലിറ്റ്സ് കേളറാണ്. ഈ കാർഡ് ഞാൻ ഇന്നലെ ഒരു പാക്ക് ഓപ്പണിങ് ചെയ്തായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബർ അക്കൗണ്ടിന്റെ ഒരു പാക്ക് ഓപ്പണിങ് ഇന്നലെ ഞാൻ ചെയ്തായിരുന്നു. ഞാൻ എന്നിട്ട് കളിച്ചു നോക്കി. അത്യാവശ്യം നല്ല കാർഡാണ്, നല്ല സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്ലിറ്റ്സ് കേളർ ആയതുകൊണ്ട് പിന്നെ എല്ലാവർക്കും വരുന്നത് മൊമെന്റം ട്രിബിളിങ്ങും, പിന്നെ മുള്ളറിന് വിൽ പവർ, സോളാന് ബ്ലിറ്റ്സ് കേളർ, പിന്നെ നമ്മുടെ പെലയ്ക്ക് ഫിനോമിനൽ ഫിനിഷിങ്. പെലെ ഓൾറെഡി നമ്മളെ പെസിനകത്തുണ്ട്. ബാക്കിയുള്ള 2 കാർഡും പുതിയതായിട്ട് വന്ന കാർഡാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഏത് കാർഡ് കിട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ 2 ഏത് പ്ലെയറെ കിട്ടിയാലും നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. എന്തായാലും അതിൻ്റെ പേനുള്ള കോയിൻസും കാര്യങ്ങളൊന്നും ഇല്ല. എൻ്റെ അടുത്ത് 7872 കോയിൻ ഉണ്ട്. അപ്പോൾ മാക്സിമം നോക്കാം, ആരൊക്കെ കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും ഗൈസ്, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു 900 ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ. പക്ഷെ ഇന്നലെ നമ്മൾ പാക്ക് ഓപ്പണിങ് ചെയ്ത സമയത്ത് നമ്മളെ സബ്സ്ക്രൈബർ അക്കൗണ്ടിൽ ആദ്യത്തെ 900 തന്നെ ഒരു പ്ലെയർ അടിച്ചു. സോളെ ആദ്യത്തെ 900 തന്നെ അടിച്ചു. അപ്പൊ ഞാൻ നിർത്തി. ആൾക്ക് വേണ്ടെന്ന് പറഞ്ഞു, വേറെ പ്ലെയർ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. കോയിൻസ് കുറവായുണ്ട്. അപ്പൊ പിന്നെ അതവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇതിപ്പോ നമ്മുടെ മെയിൻ അക്കൗണ്ടാണ്. എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യത്തെ 900 ഒന്നും കിട്ടൂലെന്ന് അറിയാം, എങ്കിലും നോക്കാം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. 900 ആണ്, ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ആദ്യത്തെ അങ്ങനെ പാടിയിട്ടുണ്ട്. ആദ്യത്തെ 900 എപ്പോഴത്തെയും പോലെ പാടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പാക്കിനകത്തുനിന്ന് എനിക്ക് പ്ലെയറെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ ഗൈസ്, സെക്കൻഡ് 900 പോവാം. നോക്കാം എന്തായാലും. ഓക്കെ, ലെറ്റ്സ് ഗോ. സെക്കൻഡ് 900 വേസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. കുറെ 2-3 പാക്ക് ഓപ്പൺ ചെയ്ത സമയത്തൊക്കെ നമുക്ക് ബ്ലാക്ക് ആനിമേഷനും 2-3 പാക്കിൽ ബ്ലാക്ക് ആനിമേഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഒരു പാക്കിൽ മാത്രം തന്നെ ഫുള്ള് നമ്മൾ വൈപ്പ് ചെയ്യേണ്ടി വന്നത്. മറ്റേ ഷെവ്ചെങ്കോടെ പാക്ക് ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്ക് ഫുൾ കോയിൻസ് നമുക്ക് ഈ ബാക്കി 2 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു അതിനകത്ത്. അതിനുശേഷം നമ്മൾ ബെസ്റ്റിന്റെ പാക്ക് ഇറക്കിയപ്പോഴും പെട്ടെന്ന് അടിച്ചു. അതിനുശേഷം പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഈ തുറാമിന്റെ പാക്ക് ഇറക്കിയ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ 3600 കോയിനിൽ 4 സ്പിന്നകത്ത് അടിച്ച്. ഇതിപ്പോ എന്താണെന്ന് അറിയില്ല. ചിലപ്പോ ഈ 3ാമത്തെ ട്രയലായിരിക്കും ചിലപ്പോ അടിക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. കണ്ടിട്ട് പിന്നെ കുറെ ആൾക്കാർക്ക് നോക്കിയപ്പോ എല്ലാവർക്കും പെട്ടെന്ന് അടിക്കുന്നുണ്ട്. നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. മൂന്നാമത്തെ 900. ഓക്കെ ഗൈസ്, മൂന്നാമത്തെ 900 അങ്ങനെ പൊട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ഒന്ന്. ഇനിയിപ്പോ 4ാമത്തെ 900 ആണ്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. പ്ലെയർ ഉണ്ട് ഇതില്. ഇല്ല, ഹൈലൈറ്റ് കാർഡ് ഇപ്പോഴാണ് വരുന്നത്. ഒരു ഹൈലൈറ്റ് കാർഡ് ഇപ്പോഴാണ് വരുന്നത്. മോശം കേട്ടാ, ഇത് ഭയങ്കര ബോറാണ്.
എന്തായാലും ഒരു പ്ലെയർ എങ്കിലും തരണമായിരുന്നു. ഓക്കെ ഗൈസ്, ഇപ്പോ നമ്മുടെ അഞ്ചാമത്തെ ട്രൈ ആദ്യമായിട്ടാണ് ഇങ്ങനെ കറക്കുന്നത്. ഇല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഏതെങ്കിലും പ്ലെയറെ അടിക്കും. ഇതിപ്പോ ഒരു പ്ലെയർ പോലും കിട്ടിയില്ല. ഓക്കെ, അഞ്ചാമത്തെ സ്പിന്നാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. രണ്ടാമത് വീണ്ടും എന്റെ മോനെ, ഇതിപ്പോ ഒരു ഇതും ഇല്ലാതെ പ്ലെയർ ഏതെന്ന് മുള്ളറിനെ അടിച്ച് ഗൈസ്. അഞ്ചാമത്തെ ട്രൈയിൽ നമുക്ക് മുള്ളറെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒരു ഇതും ഇല്ല, മറ്റേ ബ്ലാക്ക് ബോൾ പോലും വന്നില്ല, വെറുതെ കൊണ്ടുവന്നിട്ട് പോയി. ഞാൻ ഹൈലൈറ്റ് കാർഡെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മുള്ളറെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് 50 പ്ലേയേഴ്സിൽ ഒരു പ്ലെയറെ നമ്മൾ എടുത്തിട്ടുണ്ട്. മുള്ളറിനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ആറാമത്തെ ട്രൈ ആണ്. ഒരു പ്ലെയറെ കൂടെ അടിക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പെലയാണ് എൻ്റെ മൈൻഡിലുള്ളത്. പെല കിട്ടുകയാണെങ്കിൽ നിർത്താം നമുക്ക്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. ഇനിയിപ്പോ തരുമെന്ന് തോന്നുന്നില്ല. 100 ആക്കിയാലോ? ഇല്ല, വേണ്ട. ഓക്കെ, ലെറ്റ്സ് ഗോ. നേരെ 900 തന്നെ പോ. ഓക്കെ, ലെറ്റ്സ് ഗോ. കഴിവില്ലെന്ന് തന്നെ തോന്നുന്നു കേട്ടാ. ഇതിപ്പം മറ്റേ ശേച്ചൻകുറ പാക്ക് ഇറക്കിയ പോലെ ആവും. ഓക്കെ ഗൈസ്, അപ്പോ നമുക്കിനി ലാസ്റ്റ് 900 ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇനി ബാക്കി കുറച്ച് കോയിൻസേ ഉള്ളൂ. അത് 100 വെച്ച് കറക്കേണ്ടി വരും. എന്നാലും നോക്കാം, ഇതിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലെറ്റ്സ് ഗോ. അങ്ങനെ എല്ലാ കോയിൻസും പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. ഒരു ഹൈലൈറ്റ് കാർഡ് നമ്മളെ സമാധാനിപ്പിച്ചു ഗൈസ്. അപ്പോൾ ബാക്കി ഇനി ഒരു 600 കോയിൻ ഉണ്ട്. നമുക്കൊരു 100 വെച്ച് കറക്കി നോക്കാം. കിട്ടൂല, പ്രതീക്ഷയില്ല എനിക്ക് കിട്ടും. 7800 കോയിനില് ഒരു പ്ലെയറെ മാത്രം തന്നു. ഇനിയിപ്പോ ബാക്കി 400 കോയിൻ ഉണ്ട്. 4 സ്പിന്നുണ്ട്. നോക്കാം, ലെറ്റ്സ് ഗോ. പെലെ സോള, പക്ഷേ സോള വേണ്ടായിരുന്നു. SS 2 SS ഉണ്ട്, ഒരു CF 2 SS. അപ്പൊ 2 പ്ലെയർ കിട്ടിയിട്ടുണ്ട്. സോളയുടെ ആവശ്യം എനിക്കില്ലായിരുന്നു. കറക്കിവിട്, പെല വേണമല്ലേ എനിക്ക്. പെല കൂടെ തന്നാ മതിയായിരുന്നു. പെല കൂടെ കിട്ടിയാ മതിയായിരുന്നു. സത്യം പറഞ്ഞ നമ്മളെ സ്ക്വാഡില് പെലയുള്ള എനിക്ക് അതിലടിക്കൂല കളിയാ. ഇതിൽ അടിച്ചില്ലെങ്കിൽ പിന്നെ ഇത് നീ നോക്കിയത് വൈപ്പ് ചെയ്താലേ ഇല്ല. CB ഹൈലൈറ്റ് കാർഡ്. അങ്ങനെ നമ്മള് 64 പ്ലേയേഴ്സിൽ നമുക്ക് രണ്ട് പ്ലേയേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോ നമ്മളൊരു 2300 കോയിനൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോ നമുക്ക് ഇതിനകത്ത് ബാക്കി ഒരു 64 പ്ലേയേഴ്സ് എന്തോ ഉണ്ട്. 64 പ്ലേയേഴ്സ് ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോ 2 ട്രൈക്കുള്ള കോയിനേ ഉള്ളൂ. ആ ഒരു പ്ലെയർ മാത്രമേ അതിനകത്തുള്ളൂ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ.
ഇല്ല, കിട്ടിയില്ല. ഈ ട്രയൽ നമുക്ക് കിട്ടിയില്ല. ഈ പ്രാവശ്യത്തെ പാക്ക് ഓപ്പണിങ് നമുക്ക് ഒട്ടും അർത്ഥമല്ല, ഫ്ലോപ്പായി പോയി. ഓക്കെ, എന്തായാലും ഇതിലടിക്കും. ഇത് നമ്മൾ മറ്റേ പഴയ ട്രിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലെയറിനെ ഒരു 6 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, 6. ഓക്കെ, എന്നിട്ട് നേരെ ബാക്കിലോട്ട് വരിക, ക്യാൻസൽ ചെയ്യുക, ഫുള്ള് ഹോമിലോട്ട് വരിക, വീണ്ടും നമ്മൾ കോൺട്രാക്റ്റിനകത്ത് കയറുക, ബാക്ക് ഓപ്പൺ ചെയ്യുക, സിയോൾ കൊടുക്കുക, വീണ്ടും ബാക്ക് അടിക്കുക. ഓക്കെ, ലെറ്റ്സ് ഗോ. അടിക്കും ഗൈസ്, വേണേ നോക്കിയോ. ട്രിക്ക് വർക്കായില്ല, ട്രിക്ക് വർക്കായില്ല ഗൈസ്. ബാക്കി ഇനി ഒരു 500 കോയിൻ ഉണ്ട്. 500 കോയിനിൽ എന്തായാലും 500 കോയിൻ എന്തായാലും തരുമോ? കൊണാമി തേക്കല്ലേ നമ്മളെ. ഓക്കെ, ലെറ്റ്സ് ഗോ. 100 ഇതിലെന്തായാലും കിട്ടുന്നത്. ഇതിപ്പോ ലാസ്റ്റ് പ്ലെയറിലായിരിക്കും തരുന്നത്. അൻസിലിന്റെ നമ്മൾ കൊടുക്കാം, അൻസിലിന്റെ എടുത്ത് തരും. ഓക്കെ ഗൈസ്, ഇതിലാണെന്ന് തോന്നുന്നു അടിക്കണത്. ഇല്ല, ഫോസാ. ഓക്കെ ഗൈസ്, ലാസ്റ്റ് രണ്ട് സ്പിന്നുണ്ട്. കിട്ടി, ഹൈലൈറ്റ്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു CB ആണ് തന്നത്, എന്നിട്ട് ലാസ്റ്റ് ഒരു പ്ലെയർ തന്നല്ലേ. ഇല്ല, മറ്റേ സോള. അവനാ രണ്ടാമത് കിട്ടിയത്. അത് രണ്ടാമത് കിട്ടിയത്, ലാസ്റ്റ് കിട്ടിയത്. മുള്ളറിനെ ഫസ്റ്റ് കിട്ടി, സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ. ലാസ്റ്റ് 100. അപ്പോ നമ്മള് രണ്ടാമത് കോയിൻ പർച്ചേസ് ചെയ്തിട്ട് എടുത്തിട്ടും കറക്കിയിട്ടും കിട്ടിയില്ല ഗൈസ്. ഇനിയിപ്പോ നമുക്ക് ബാക്കിയുള്ളത് 39 പ്ലേയേഴ്സ്. 39 പ്ലേയേഴ്സ്. പെലെ, മിക്ക ഹൈലൈറ്റ് കാർഡ് നമുക്ക് തന്ന. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും പെലെ കൂടെ അല്ലേ ഉള്ളു. ഇപ്പൊ 39 പ്ലേയേഴ്സ് ആയത്. ഇപ്പൊ അതിന്റെ വൈപ്പാക്കാതെ വഴിയില്ല. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള സ്പിൻ ചെയ്ത് നോക്കാം. ബാക്കി ഇനിയിപ്പോ 39 പ്ലേയേഴ്സ് ആണെന്ന് തോന്നുന്നു. 39 പ്ലേയേഴ്സ് ഉണ്ട്. ഇതിനകത്ത് നമുക്കിനി പെലെ മാത്രം കിട്ടിയാൽ മതി. ബാക്കി എല്ലാ പ്ലേയേഴ്സേയും കിട്ടി ഓൾറെഡി. നമ്മൾ 12,000 സംതിങ് കോയിനായി കറക്കി. ഇതുകൂടെ ചേർത്ത് 12,000 സംതിങ് ആവും അല്ലേ. ഓക്കെ, ഇതപ്പോ ഒരു 100 അടിച്ച് നോക്കിയാലോ. 200 അടിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ ഒരു 100 ഇതിലെങ്കിലും തരണേ. ഇതിൽ തരാണെങ്കിൽ ബാക്കി കോയിൻ നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. ഗൈസ്, അപ്പോ നെക്സ്റ്റ് 100 ഒന്നും ചെയ്യുന്നില്ല, നേരെ 100. അതിലുള്ള ടോപ്പ് പ്ലെയറെ തരുന്നില്ല ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ചിലപ്പോ അടുത്തതിലായിരിക്കും തരുന്നത്. 8, 9, 9, 18 അല്ലേ. ഓക്കെ, വല്ലാത്തൊരു പാക്കാണ് കേട്ടോ ഇതെനിക്ക്. ഇങ്ങനെ ഒരു പാക്ക് വന്നിട്ടുണ്ട്. ഷർജൻ കൂടെ പാക്ക് വന്നിട്ടുണ്ട്. അത് ഫുള്ള് തീർന്നു. 200 പ്ലെയർ ഉണ്ടായിരുന്നു അതിനകത്ത്. ഓക്കെ, എന്തായാലും ഇതിലെങ്കിലും തരാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ ലാസ്റ്റ് അവസാനം വില കിട്ടിയിട്ടുണ്ട് കാര്യം. നമുക്ക് വില അവസാനം നമുക്ക് തന്നിട്ടുണ്ട്.
ഇത്രയും കോയിൻ പോകുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞൊക്കെ പാക്ക് നമുക്ക് പെട്ടെന്ന് തന്നോണ്ട് അവരിപ്പോ ഈ പ്രാവശ്യം നമ്മളെ പിടിച്ച് തേച്ച് വിട്ടാണ് പ്ലക്കി വിട്ടു നമ്മളെ. അങ്ങനെ പെലെ കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ബാക്കി നമുക്ക് 940 കോയിൻ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 940 കോയിൻ നമ്മൾ സേവ് ചെയ്തു. അതെങ്കിലും സേവ് ചെയ്തല്ലോ. ഇനി 25 പ്ലേയേഴ്സ് അതിനകത്തുള്ളൂ. ഒരു 2 ഹൈലൈറ്റ് കാർഡും ബാക്കിയെല്ലാം ബേസും. അങ്ങനെ നമ്മുടെ പാക്ക് ഓപ്പണിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. പെലെ കൂടെ നമ്മൾ സ്കോറിൽ എടുത്തിട്ട് നമുക്ക് നോക്കാം. നെയ്മർ സ്ഥലം എടുത്ത് കളയട്ടാ. ഓക്കെ ഗൈസ്, CF കളിക്കുമല്ലോ. EMF ഇതാക്കണം. ഓ, ഇവിടെ എടുത്തിടാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ട്രെയിൻ ചെയ്ത് നോക്കാം. ലെവൽ ട്രെയിനിങ് ഓട്ടോ പ്രൊസീഡ്. ഓക്കെ, നമുക്ക് പെലക്ക് നമുക്ക് ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് പെലക്കുള്ള ബൂസ്റ്റ് സെറ്റ് ചെയ്യാം. സെക്കൻഡ് ബൂസ്റ്റ് സെറ്റ് ചെയ്യാം. സ്ട്രൈക്കർ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് കൊടുക്കാൻ പോകുന്നത്. സ്ട്രൈക്കർ ഇൻസ്റ്റിങ്ക്റ്റ് ഗൈസ്. അപ്പോ പെലെ 109 ആയിട്ടുണ്ട്. ഇനിയിപ്പോ കസ്റ്റം ചെയ്യുമ്പോ എന്തായാലും കുറയും. ഫോട്ടോ ഓക്കെ. അതപ്പോ ഇതാണ് നമ്മളെ സ്ക്വാഡ്. അങ്ങനെ നമ്മൾ 3 പ്ലേയേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും പ്ലെയർ റിവ്യൂയും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, എന്തായാലും ഗൈസ് അപ്പൊ നമുക്ക് ഈ കോയിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് സ്പോൺസർ ചെയ്തത് നമ്മളെ മോഡറേറ്റർ ആണ്, സബ്സ്ക്രൈബർ ആണ്, ഫവാസ് ബ്രോ എന്നാണ് ആളുടെ പേര്. ഓക്കെ ബ്രോ, ലവ് യു, താങ്ക് യു ബ്രോ, ഫവാസ് ബ്രോ. അപ്പൊ എന്തായാലും ഗൈസ് ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്, ബൈ.